ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു ചെറിയ ക്ലാസ്സിനെ പറ്റിയാണ്. അതാണ് റെയിൽവേ പോലീസ് ക്ലാസ്. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് 6 പേരെയാണ് അവിടെ നിന്ന് ഇവിടെ വന്ന് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകിച്ചും ഉള്ളത്. ഓടുന്ന ട്രെയിനിൽ ചാടി കയറാതിരിക്കുക, ചാടി ഇറങ്ങാതിരിക്കുക. നമ്മളിൽ പലരും അത് ചെയ്യാറുള്ളവരാണ്. ട്രെയിനിൽ പോയിട്ടുള്ളവരൊന്നും കൈകൊട്ടിക്കുകയുണ്ട്. നിങ്ങളുടെ അച്ഛനോ അമ്മയോ പെട്ടെന്ന് കയറിപ്പോയി നിങ്ങൾക്ക് കയറാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ഉള്ള പോലീസുകാരോട് നിങ്ങൾ എളുപ്പം തന്നെ നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവർ ട്രെയിനിനകത്തുള്ള പോലീസ് സാർമാരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അച്ഛനമ്മമാരെ അടുത്ത സ്റ്റേഷനിലോ അഥവാ കുട്ടിയെ അടുത്ത സ്റ്റേഷനിലേക്കോ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും അറിയില്ല. ഇനി അടുത്തതായി ട്രെയിനിനകത്ത് വെച്ച് നിങ്ങളുടെ ലഗേജോ ഫോണോ മറ്റോ മറന്നു വെച്ചിരിക്കുകയാണെങ്കിലും പോലീസ് സാർമാരോട് പറയുക. അവർ അവിടുത്തെ തന്നെ ട്രെയിനിനകത്തുള്ള പോലീസ് സാർമാരോട് പറഞ്ഞ് അത് എങ്ങനെയെങ്കിലും എടുത്തു തരുന്നതായിരിക്കും. പോവുകയും കറക്റ്റ് നമ്പറും എല്ലാം പറഞ്ഞു കൊടുത്താൽ അവർ ഉറപ്പായിട്ടും ചെയ്യുമെന്നാണ് എന്റെ തീരുമാനം. അത് മാത്രമല്ല, പിന്നെ ബൾക്ക് ബുക്കിംഗ് എന്ന് പറയുന്നുണ്ട്. കുറെ കുട്ടികളായി ഇപ്പൊ സ്കൂളിൽ നിന്നോ പഠനയാത്രയ്ക്കോ മറ്റുമായി സ്കൂളിൽ നിന്നും പോകുന്നുണ്ടെങ്കിൽ ട്രെയിനാണ് പോകുന്നതെങ്കിൽ ബൾക്ക് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്കും ടീച്ചർമാർക്കുമായി വില കുറഞ്ഞ രീതിയിൽ ട്രെയിനിൽ പോകാൻ സാധിക്കും. പിന്നെ ഓടുന്ന ട്രെയിനിൽ കല്ലെറിയുന്നത് അത് വളരെ ശിക്ഷാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ കൂടെ പോകുമ്പോൾ ട്രെയിൻ പോകുന്നത് കാണുന്നതാണ്. ട്രെയിനിൽ ഒരിക്കലും കല്ലെറിയാനോ മറ്റു വസ്തുക്കൾ എറിയാനോ പാടില്ല. 139 എന്ന നമ്പർ നിങ്ങൾക്ക് റെയിൽവേ പോലീസുമായി ബന്ധപ്പെടാനുള്ള ഒരു നമ്പറാണ്. അതിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയവും അവരുടെ നിർദ്ദേശങ്ങളും മറ്റും ലഭിക്കുന്നതാണ്. പിന്നെ സിഗ്നൽ അശ്രദ്ധ മൂലം മാത്രമായിരിക്കും ട്രെയിനിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. സിഗ്നലിന്റെ ഒരു പിഴവ് കാരണമായിരിക്കാം ചിലപ്പോൾ ട്രാക്ക് മാറുന്നതും മറ്റും ഉള്ളത്. പലർക്കും ചിലരൊക്കെ ഇങ്ങനെ ട്രെയിൻ പാളത്തിൽ കൊണ്ടുപോയി കോയിൻ 2 രൂപ കോയിൻ 1 രൂപ കോയിൻ ഇങ്ങനെയൊക്കെ വെക്കും. അപ്പോൾ ഈ ട്രെയിൻ വരുന്ന സമയത്ത് അതിലൂടെ കയറി ഇങ്ങനെ ചുമന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നും. അത് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെങ്കിലും അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പാളം തെറ്റാനോ ട്രെയിൻ മറിയാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ ഒരിക്കലും ട്രാക്കിലൂടെയോ മറ്റോ നടക്കാനോ ഓടാനോ ഒന്നും ശ്രമിക്കരുത്. എപ്പോഴും ട്രാക്കിന്റെ പുറത്തായി നിങ്ങൾ നടക്കാൻ മാത്രം ശ്രമിക്കുക. കാരണം ട്രെയിൻ എപ്പോ വേണമെങ്കിലും വരാം. ഇപ്പോഴത്തെ വന്ദേ ഭാരതൊക്കെ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അതും ഒച്ചയുമില്ല. അവർ ആ ട്രെയിനൊക്കെ അടുത്ത് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റൂ. അപ്പോഴേക്കും നിങ്ങളെ കൊണ്ട് ട്രെയിൻ പോയി. പിന്നെ ട്രെയിനിന്റെ ട്രാക്കിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് ട്രെയിൻകാർക്ക് അത് കാണാൻ പറ്റിയാലും നിർത്താൻ പറ്റും എന്ന് കരുതണ്ട. നിങ്ങൾ അത് പോയി ഇപ്പൊ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ കയറി നിൽക്കാറുണ്ട്. അവരൊക്കെ മരിച്ചു പോയിട്ട് വരുന്നു. അല്ല, ചിരിക്കാൻ പറഞ്ഞില്ല, സത്യമായ കാര്യമാണ്. അവരൊക്കെ ഇങ്ങനെ കയറി നിന്ന് പലരും ട്രെയിൻ നിർത്തുമെന്ന് പറയുന്നു. പക്ഷേ 90 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ട്രെയിൻ നിർത്തുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുറത്തുള്ള ബോഗികൾ ഫ്രണ്ടിലുള്ള ബോഗികളുമായി ഇടിച്ച് അത് മറിയാൻ സാധ്യതയുണ്ട്. അത്രയും ലക്ഷക്കണക്കിന് പേർക്ക് ദുരന്തം ഉണ്ടാക്കുന്ന കാര്യമാണ് അത്. അവർ എന്നിട്ടും മാക്സിമം സ്ലോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അഥവാ നിങ്ങള് ട്രെയിൻ ഇടിച്ചാൽ തന്നെ ട്രെയിൻ ഓടിക്കുന്ന ആൾക്കാർക്കോ മറ്റും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവനാണ് അവിടെ പോകുന്നത്. അത് എപ്പോഴും നിങ്ങൾ ഓർക്കുക. ട്രെയിൻ ട്രാക്കിലെ സിഗ്നൽ ഒക്കെ അനുസരിച്ചാണ് ഇത് പോകുന്നത്. സിഗ്നൽ കത്തല്ലെങ്കിൽ ഒരിക്കലും ട്രെയിൻ അതുവഴി പോകില്ല. അത് വേറൊരു കാര്യം. പിന്നെ 112 കേരളത്തിൽ എവിടെ നിങ്ങൾ ഇത് വിളിച്ചാലും നിങ്ങൾക്ക് പോലീസിന്റെ സേവനം ഉറപ്പായിട്ടും ലഭിക്കും. അതുമാത്രമല്ല, ഗേറ്റ് തുറന്നില്ല എങ്കിലും ട്രെയിൻ ഒരിക്കലും പോകില്ല. അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും. ട്രെയിൻ അപകടമാണ്, പക്ഷേ ശ്രദ്ധിച്ചാൽ